ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരുജവ സമ്പാതി വാക്യപ്രോത്തീർണാർണോധിരന്തർനഗരി ജനകജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണഃ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ത്വദ്വാർത്ത കർണനോ, കുറച്ച് വലിയൊരു പദമായിട്ടാണ് ആദ്യത്തെ ഒരിത് വരുന്നത് തന്നെ. ത്വദ്വാർത്ത കർണനോദ്യദ്ഗരു ദുരുജവ സമ്പാതി വാക്യപ്രോത്തീർണാർണോധിരന്തർനഗരി. അവിടം വരേക്കും ചേർത്ത് എഴുതിയിരിക്കുകയാണ്. നമുക്ക് ഓരോരോ ചെറിയ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം. ത്വത് വാർത്ത കർണനോദ്യദ്ഗരു ദുരു ജവ സമ്പാതി വാക്യ പ്രോത്തീർണാർണോധി. അവിടെ ത്വത വാർത്ത, അങ്ങയുടെ ഈ ഒരു വാർത്ത, നിന്തിരുവടിയുടെ ഈ ഒരു കഥ ആകർണ കേട്ടപ്പോൾ, ആകർണന ഉദ്യത എന്ന് പറഞ്ഞാൽ ഉണ്ടായി വന്ന, ഉള്ളിൽ നിന്നും പുതിയതായി മുളച്ചു വന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പുതിയതായി ഉള്ളിലുണ്ടായ ഗരു ദുരു ജവ സമ്പാതി. ഗരു ദുരു ജവ എന്ന് പറഞ്ഞാൽ തനിക്ക് പുതിയതായി ഭഗവാന്റെ കഥകൾ കേട്ടപ്പോൾ മുളച്ചു വന്നതായിട്ടുള്ള ചിറകുകൾ കൊണ്ട്, സമ്പാതി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ പണ്ട് ഈ സമ്പാതി എന്ന് പറയുന്ന ജടായുവിൻ്റെ സഹോദരനാണ്. പണ്ടൊരിക്കൽ ഇതുപോലെ കരിഞ്ഞു പോയതാണ് തൻ്റെ ചിറകുകൾ. പക്ഷെ ഇവിടെ ഭഗവാന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ തനിക്ക് പുതിയതായി മുളച്ചു വന്ന ഗരുദുരു എന്ന് പറഞ്ഞാൽ ആ പുതിയതായി മുളച്ചു വന്ന ചിറകുകൾ, ജവ ആ ചിറകുകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പറന്നുയർന്ന സമ്പാതി എന്ന പക്ഷിശ്രേഷ്ഠൻ, ജടായുവിൻ്റെ സഹോദരനായിട്ടുള്ള സമ്പാതി. ആ സമ്പാദിയുടെ കാര്യം പറയാണ്. സമ്പാതി വാക്യ, ആ സമ്പാദിയുടെ വാക്കുകൾ കേട്ടിട്ട്, പ്രോത്തീർണ അർണോധി, ആ സമ്പാദിയുടെ വാക്കുകൾ കേട്ട്, അർണോധി എന്ന് പറഞ്ഞാൽ സമുദ്രം, പ്രോത്തീർണ ആ വാക്കുകൾ കേട്ടിട്ട്, അർണോധി സമുദ്രം, അന്തർനഗരി ചാടിക്കടന്ന ജനകജാം വീക്ഷ്യ, ജനകപുത്രിയായിട്ടുള്ള സീതാദേവിയെ വീക്ഷ്യ കണ്ടിട്ട്, ദത്വാ അങ്കുലീയം ശ്രീരാമചന്ദ്ര ഭഗവാൻ കൊടുത്തുവിട്ട ആ മോതിരത്തെ നൽകി. ഇവിടെ സമുദ്ര ലംഘനത്തിന് തയ്യാറെടുത്ത് വാനരപ്പടയൊക്കെ വന്ന് നിൽക്കുമ്പോൾ
അവിടെ വെച്ചാണ് എല്ലാവർക്കും സന്ദേഹമുണ്ടാകുന്നത്. ഇത്രയും ഈ ഒരു 100 യോജന വിസ്തീർണമുള്ള ഈ സമുദ്രം, അത്രയും 100 യോജന വീതിയുള്ളതായിട്ടുള്ള ഒരു സമുദ്രത്തെ ചാടിക്കടക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. പലതും ആ സൈന്യത്തിൽ നിന്നും മുന്നോട്ട് വന്ന് ഞാൻ 50 യോജന ചാടാം, 10 യോജന ചാടാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സമ്പാദിയുടെ വാക്കുകളാണ് അവിടെ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ആ സ്ഥലത്തിൻ്റെ പൂർണ്ണമായ ഒരു വൃത്താന്തങ്ങൾ മുഴുവൻ തന്നെയും ഈ വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ സമുദ്രത്തെ ചാടിക്കടന്ന് ലങ്കയിൽ ചെന്നാലും അതിനെക്കുറിച്ചും ഒരു ധാരണയുണ്ടാകണം. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അവിടെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ, ഇതൊക്കെ ഈ വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തത് സമ്പാദിയാണ്. ഇങ്ങനെ സമ്പാദിയുടെ വാക്കുകൾ കേട്ട് അതേസമയം തനിക്ക് ഈ 100 യോജന ചാടിക്കടക്കുവാൻ കഴിവുണ്ടെന്ന് ഹനുമൽ സ്വാമിയെ ബോധ്യപ്പെടുത്തിയത് ജടായുവാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രേരകാത്മകമായ വാക്കുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ഒത്തുവന്നപ്പോൾ ഇങ്ങനെ ഹനുമൽ സ്വാമിക്ക് ഈ സമുദ്രം ചാടിക്കടക്കാൻ കഴിയുകയും അതേപോലെ തന്നെ അവിടെ ചാടിക്കടന്നതിന് ശേഷം സീതാദേവി എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നല്ലൊരു വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഈ സമ്പാദിയിൽ നിന്നും കേട്ട അവിടുത്തെ വൃത്താന്തം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ഹനുമൽ സ്വാമിക്ക്. അങ്ങനെ ആ ഹനുമൽ സ്വാമി നേരെ സീതാദേവിയുടെ അടുത്ത് എത്തുകയും ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നുവിട്ട ആ അങ്കുലീയത്തെ, മോതിരത്തെ കൊടുക്കുകയും അടയാള വാക്കുകളെ പറയുകയും ചെയ്തു. അടുത്ത പറയാം, പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണ ചണരണസോഢബന്ധോ. പ്രക്ഷുദ്യ ഉദ്യാനം അക്ഷ ക്ഷപണ ചണരണ, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പ്രക്ഷുദ്യ ഉദ്യാനം എന്ന് പറഞ്ഞാൽ ആ രാവണന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന അശോകവനം, ആ ഉദ്യാനത്തെ മുഴുവൻ പ്രക്ഷുദ്യ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തകർത്തിട്ട് അക്ഷക്ഷപണ ചണരണം, അക്ഷകുമാരനെ, ക്ഷപണ ചണരണഃ, രണം യുദ്ധം, ആ യുദ്ധത്തിൽ അതായത് രാവണന്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനുമായിട്ട് അവിടെ ഹനുമൽ സ്വാമിക്ക് നേരിടേണ്ടി വരികയും അങ്ങനെ നേരിടേണ്ടി വന്നപ്പോൾ ആ യുദ്ധത്തിൽ വെച്ച് അക്ഷകുമാരനെ ഹനുമൽ സ്വാമി നിഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് സോഢബന്ധഃ, ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. ആരെ? ഹനുമൽ സ്വാമിയെ ബന്ധിച്ചു. ആര്? ദശാസ്യം, 10 മുഖങ്ങളുള്ളതായിട്ടുള്ള ആ രാവണൻ ബന്ധിക്കുകയും ചെയ്തു. ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം, ദൃഷ്ട്വാ കണ്ടിട്ട്, പ്ലുഷ്ട്വാ ച ലങ്കാം, ലങ്കാം എന്ന് പറഞ്ഞാൽ ലങ്കയെയും, ലങ്കാം ച ലങ്കയെയും പ്ലുഷ്ട്വാ ദഹിപ്പിച്ചു. എന്നിട്ട് ജഡതി സ ഹനുമാൻ, വളരെ വേഗത്തിൽ, ജഡതി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, സഹ അവൻ, അതായത് ആ ഹനുമൽ സ്വാമി, മൗലിരത്നം ദദൗതേ, നിന്തിരുവടിക്ക് ഭഗവാനെ മൗലിരത്നം എന്ന് പറഞ്ഞാൽ സീതാദേവി തിരിച്ച് ഒരു ചൂടാരത്നം ഹനുമൽ സ്വാമിക്ക് കൊടുത്തിരുന്നു. എന്താ? തന്നെ കണ്ടു എന്ന് ഉറപ്പാക്കണമെങ്കിൽ താനും തിരികെ എന്തെങ്കിലും ഒരു അടയാളം കൊടുത്തു വിടണമെന്ന് സീതാദേവിക്ക് തോന്നി. അങ്ങനെ ഹനുമൽ സ്വാമിയുടെ പക്കൽ കൊടുത്തുവിട്ട ആ ചൂടാരത്നം ദദൗതേ, ദദൗ എന്നാൽ കൊടുത്തു, കൊണ്ടുവന്ന് നൽകി. ആർക്ക്? ആ ശ്രീരാമചന്ദ്ര ഭഗവാനായിക്കൊണ്ട് കൊണ്ടുവന്ന് നൽകി സീതാദേവി കൊടുത്തുവിട്ട ആ ചൂടാരത്നത്തെ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ദൂതൻ്റെ പങ്ക് വളരെ മനോഹരമായി നിർവഹിച്ചിരിക്കുകയാണ് ഹനുമൽ സ്വാമി. അപ്പോൾ ഈ രാമചന്ദ്രസ്വാമിയുടെ ഒരു
സംഗമം അവർ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവർ വിരഹദുഃഖം തളർത്തുമ്പോഴും തങ്ങൾക്കൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അതിൻ്റെ യാഥാർത്ഥ്യ ഭാവത്തിലേക്ക് ആദ്യത്തെ പടിയാണ് ഹനുമൽ സ്വാമി ഇപ്പോൾ കാഴ്ചവെച്ചത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദൂതും അടയാളവും എല്ലാം സീതാദേവിയെ ഏൽപ്പിക്കുകയും അതേപോലെ തന്നെ സീതാദേവിയുടെ അടയാളവും അതേപോലെ ദൂതുമൊക്കെ ശ്രീരാമചന്ദ്ര ഭഗവാനോട് വന്ന് പറയുകയും ചെയ്തപ്പോൾ അവർ യാതൊന്നാണോ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്, തങ്ങളുടെ കൂടിക്കാഴ്ച സാധ്യമാകുമെന്ന് സീതാദേവിയും ശ്രീരാമചന്ദ്ര ഭഗവാനും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തിയ ഒരു നിമിഷവും കൂടിയായിരുന്നു ഇത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വദ്വാർത്താകർണനോദ്യദ്ഗരുദുരുജവ സമ്പാതി സമ്പാതി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനകജാം വീക്ഷ്യ ദത്വാംഗുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ജഡതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ത്വദ്വാർത്ത ആകർണനാണ്, അകാരം നീട്ടിയെടുക്കുക, പദം പിരിക്കേണ്ട. ത്വദ്വാർത്ത ഉദ്യത ഗരു ദുരുജവ, ഇങ്ങനെ 2-3 വാക്കുകൾ ഇടയ്ക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. പദം പിരിക്കാതെ തന്നെ കഴിയുന്നതും വായിക്കുക. അതേപോലെ ത്വദ്വാർത്ത ആകർണനോദ്യത് ഗരു ദുരുജവ സമ്പാതി വാക്യ, കുറഞ്ഞ പക്ഷം അത്രയും വരെയെങ്കിലും ചേർത്ത് തന്നെ വായിക്കുക. അതിനുശേഷം പ്രോത്തീർണാർണോധിരന്തർനഗരി, അങ്ങനെ എടുക്കാം. അത്രയും കൂടിയും ചേർത്ത് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പ്രോത്തീർണ അർണോധി അന്തർനഗരിയാണ്. അവിടെ പദം പിരിക്കണ്ട, ചേർത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ അടുത്തത് പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണ ചണരണ സോഢബന്ധോ, അതും അത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. ഇനിയും അത്രയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണ ചണരണ, അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ആകാരത്തിൽ നിർത്തിയിട്ട് സോഢബന്ധോ എന്ന് എടുക്കാവുന്നതാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. ത്വം സുഗ്രീവാംഗദാദി പ്രബലകപിചമൂ ചക്രവിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്തം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്ര സതുദധിഗിര ലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപി ചമോ ചക്ര വിക്രാന്തഭൂമി ചക്രോഭിക്രമ്യ. ത്വം, അവിടുന്ന്. ഇപ്പോൾ സീതാദേവിയുടെ ചൂടാരത്നമൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാനും ആ സീതാദേവിയുടെ സാന്നിധ്യം തൻ്റെ അടുത്ത് അനുഭവപ്പെട്ട ഒരു ആശ്വാസത്തിൻ്റെ തണല്, കുളിര് അറിയുവാൻ തുടങ്ങി. ആ സമയത്ത് ത്വം, അല്ലയോ ഭഗവാനെ ശ്രീരാമചന്ദ്ര സ്വാമി, സുഗ്രീവ അംഗദ ആദി പ്രബല കപി, സുഗ്രീവൻ, അംഗദൻ മുതലായ പ്രബലരായിട്ടുള്ള കപി എന്നാൽ വാനരന്മാരുടെ ചമൂ ചക്രവിക്രാന്ത ഭൂമി, ഈ പ്രബലരായിട്ടുള്ള വാനരന്മാരുടെ നേതൃത്വത്തിലുള്ള
ചമൂ ചക്ര എന്ന് പറഞ്ഞാൽ അവരുടെ ആ സൈന്യത്തോടു കൂടി ആ സൈന്യമാകട്ടെ വിക്രാന്ത ഭൂമി ചക്രഹ, ഈ ഭൂമണ്ഡലം തന്നെ, ഭൂമിചക്രം എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലം, വിക്രാന്ത എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുകയാണ്. അതായത് അത്രയേറെ വലിയൊരു വാനരപ്പടയോട് കൂടിയിട്ട് അഭിക്രമ്യ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. ഭഗവാനെ അവിടുന്ന് ഇത്രയുമായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയ പ്രബല കവികളുടെ നേതൃത്വത്തിൽ അവരുടെ സൈന്യത്തോടൊപ്പം അവിടുന്ന് പുറപ്പെട്ടു. ആ സൈന്യമാകട്ടെ ഭൂമണ്ഡലം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വാനരപ്പടയായിരുന്നു. അതായത് അത്രയും വലിയൊരു സൈന്യത്തോടു കൂടിയാണ് അവിടുന്ന് പുറപ്പെട്ടത്. എന്നിട്ട് പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ്, പാരേ ജലധി ആ സമുദ്ര തീരത്തിൽ വച്ച് നിശിചരേന്ദ്രാനുജാശ്രീയമാണ്, നിശിചരേന്ദ്ര എന്ന് പറഞ്ഞാൽ നിശിചരന്മാരെന്ന് പറയുന്ന അസുരന്മാർ, നിശിചരന്മാരിലെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാവണൻ, രാവണൻ്റെ നിശിചരേന്ദ്ര അനുജാശ്രീയമാണ്, അനുജ ആശ്രീയമാണ്, അനുജനാൽ എന്ന് പറഞ്ഞാൽ രാവണൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണനാൽ ആശ്രീയമാണ്, ആശ്രിതനായി. അതായത് വിഭീഷണൻ ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് ശരണം പ്രാപിക്കുകയാണ്. തൻ്റെ ജ്യേഷ്ഠനായിരുന്നാലും രാവണൻ തുടങ്ങിയ ആ കൊട്ടാരത്തിലുള്ള മറ്റുള്ളവർ, രാവണൻ, കുംഭകർണൻ, ഇവരൊക്കെ തൻ്റെ സഹോദരന്മാർ തന്നെയാണെങ്കിലും അവരുടെ അധർമ്മത്തിനോടൊപ്പം കൂട്ടുനിൽക്കാതെ ധർമ്മത്തിൻ്റെ മൂർത്തിരൂപമായ ഭഗവാനെ അവിടുത്തെ കാൽക്കൽ വന്ന് വിഭീഷണൻ തുടങ്ങിയ ഏതാനും ചിലർ മാത്രം രാവണൻ്റെ സഭയിൽ നിന്നും വന്ന് അഭയം പ്രാപിക്കുന്നു. അങ്ങനെ അങ്ങേ അഭയം പ്രാപിച്ചുവല്ലോ. എന്നിട്ട് പറയാണ് തത് പ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിശമയൻ, രഹസ്യ എന്ന് പറഞ്ഞാൽ വളരെയേറെ രഹസ്യമായി തന്നെ, തത് പ്രോക്താം രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ വന്നു പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കേട്ട് ശത്രുവാർത്താം, ശത്രുവായിട്ടുള്ള രാവണൻ്റെ കൊട്ടാരത്തിലെ കാര്യങ്ങളും രാവണൻ്റെ വിവരണങ്ങളും എല്ലാം അറിഞ്ഞതിന് ശേഷം പ്രാർത്ഥനാപാർത്ഥ്യ രോഷപ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്ര സതുദധിഗിര, പ്രാർത്ഥനാപാർത്ഥ്യ രോഷ, പ്രാർത്ഥന അപാർത്ഥ്യ രോഷ, അതായത് ഭഗവാന് ഇവിടെ സമുദ്രതീരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വരുണ ഭഗവാൻ, അതായത് ആ സമുദ്രം വഴിമാറി കൊടുക്കാതെ വന്നപ്പോൾ അപാർത്ഥ്യ രോഷ, അതായത് ഭഗവാൻ വരുണദേവനോട് അപേക്ഷിക്കുന്നുണ്ട് വഴിമാറി കൊടുക്കുവാൻ. എന്തിനാ? തനിക്ക് ലങ്കയെ പ്രാപിക്കുവാനായിട്ട്. അങ്ങനെ അപാർത്ഥ്യ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുവാൻ കൂട്ടാക്കാതെ ഇരുന്ന, ഭഗവാന്റെ ആ അപേക്ഷയെ മാനിക്കുവാൻ കൂട്ടാക്കാതെ ഇരുന്ന വരുണനോട് രോഷ എന്ന് പറഞ്ഞാൽ അതികോപത്തോടു കൂടി അവിടുന്ന് പ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്ര സതുദധിഗിര, ഇങ്ങനെ കോപിഷ്ഠനായി തീർന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് ചെയ്തു? പ്രാസ്ത ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുവാനായിട്ട് പുറപ്പെട്ട ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കയ്യിലെ തേജസ്ത്ര ആ അസ്ത്രത്തിൻ്റെ തേജസ് കണ്ടിട്ട്, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കയ്യിലിരുന്ന ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് തന്നെ ഭയന്നിട്ട് തേജസ്ത്ര സ്തതുദധിഗിര, ആ ഗിര എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലബ്ധവാൻ മധ്യമാർഗം,
ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ കൂടി ലബ്ധവാൻ മാർഗം, ചിറ കെട്ടുവാനുള്ള ഇടം താൻ കൊടുക്കാം, വഴിമാറി കൊടുക്കാമെന്ന് ഒടുവിൽ ആ സമുദ്രദേവൻ ശ്രീരാമചന്ദ്ര ഭഗവാന് വാക്കുകൊടുത്തു. അപ്പോൾ ഭഗവാന്റെ വാക്കുകളെ മാനിക്കുവാതെ, ഭഗവാന്റെ അപേക്ഷയെ മാനിക്കുവാതെ വഴി കൊടുക്കുവാൻ തയ്യാറാകാതെ ഇരുന്ന, സമുദ്ര തരണം നടത്തുന്നതിന് സമുദ്രദേവൻ അനുവാദം നൽകാതെ ഇരുന്നപ്പോൾ കോപിച്ചിട്ട് തൻ്റെ കയ്യിലേക്ക് ആഗ്നേയാസ്ത്രത്തെ എടുത്തപ്പോൾ ആ അസ്ത്രത്തിൻ്റെ തേജസ് ഒന്നുകൊണ്ട് തന്നെ തൻ്റെ അബദ്ധം മനസ്സിലാക്കിയ വരുണദേവൻ, ആ സമുദ്രദേവൻ തൻ്റെ മധ്യത്തിലൂടെ ശ്രീരാമചന്ദ്ര ഭഗവാനും മറ്റ് സൈന്യങ്ങൾക്കുമൊക്കെയും സമുദ്രം തരണം ചെയ്യുവാൻ വേണ്ട ചിറ കെട്ടുന്നതിന് താൻ വഴിമാറി കൊടുത്തുകൊള്ളാമെന്ന് ഉറപ്പ് നൽകി. അതായത് ഈ വലിയ, നമ്മൾ പറഞ്ഞു, ഭൂമണ്ഡലം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഒരു സൈന്യത്തോടൊപ്പമാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചിറയിലൂടെയൊന്നും അത്ര എളുപ്പം എല്ലാവർക്കും കടക്കുവാൻ കഴിയില്ല. വലിയൊരു ചിറ തന്നെ കെട്ടേണ്ടിയിരിക്കുന്നു. അതിന് ഒടുവിൽ ഭഗവാന്റെ കയ്യിലെ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് തന്നെ സമുദ്ര ഭഗവാൻ അതിന് അനുമതി നൽകുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമൂചക്ര വിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്തം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസുത ഉദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. ഇനി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സുഗ്രീവ അംഗദാദിയാണ് പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ സുഗ്രീവാംഗദാദി പ്രബല കപി ചമൂചക്ര വിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ, കഴിയുന്നതും അത്രയും ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ നിശിചരേന്ദ്രാനുജാശ്രീയമാണ്, അവിടെ നിശിചരേന്ദ്ര അനുജ ആശ്രീയമാണ് ആണ്. നിശിചരേന്ന് കൊണ്ട് നിർത്തരുത്, നിശിചരേന്ദ്ര അനുജ ആശ്രീയമാണ്. അവിടെ വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് പ്രാർത്ഥന ആപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയ അസ്ത്ര തേജസ്ത്ര സതുദധിഗിര. അവിടെ കഴിയുന്നതും അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അതല്ല എങ്കിൽ പ്രാർത്ഥന ആപാർത്ഥ്യരോഷ എന്നവിടെ നിർത്തേണ്ടി വരികയാണെങ്കിൽ അതുവരെ, അതായത് പ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്ര സതുദധിഗിര അവിടം വരെ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രോഷ എന്ന് കൊടുത്തൊരു ചെറിയൊരു പോസ് എടുത്തുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നിർത്തിയിട്ട് പ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്ര സതുദധിഗിര അതത്രയും ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.